നമുക്ക് പിന്നെ ഒരു കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ഉണ്ട് വെരിലോഗിൽ. അതായത് രണ്ട് സംഭവങ്ങൾ അടുത്തടുത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ട് അതിനെ വലിയൊരു വെക്ടറാക്കി മാറ്റാം. അതായത് ഈ വെക്ടറിൻ്റെ കപ്പാസിറ്റി 0 to 7 ആണ്, അതായത് 8 ബിറ്റാണ്. ഇതാകെ എത്ര ബിറ്റുണ്ട്? 4 to 7 വരെയുള്ളേ ഉള്ളൂ. അതായത് 4, 5, 6, 7 4. ഇത് 0, 1, 2, 3, 4. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് 4ഉം ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് 4ഉം കൂടി എടുത്ത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 എണ്ണത്തിലോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനെ കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ എന്ന് പറയും. ഇനി എ എന്ന് പറയുന്നത് തന്നെ 4 എണ്ണം എടുത്ത് അടുപ്പിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് 4 times ചെയ്യുന്നങ്ങ് എഴുതിയാൽ മതി. റെപ്ലിക്കേഷൻ ഓപ്പറേഷൻ. പിന്നെ നമ്മുടെ ന്യൂമറിക്കൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. പ്ലസ്, മൈനസ്, മൾട്ടിപ്ലൈ, ഡിവിഷൻ, റേസ് ടു ദ പവർ. ഈ പ്ലസ്സും മൈനസും എല്ലാം, ഈ പ്ലസ്സും ഈ മൾട്ടിപ്ലിക്കേഷനൊക്കെ കാണുമ്പോൾ ആൻഡും ഓറും ആണെന്നൊന്നും വിചാരിക്കലും. ഇത് നമ്മളുടെ പ്ലസ് ഓപ്പറേഷന്. ആൻഡിനും ഓറിനും വേറെ സിമ്പിളുണ്ട്. ഓറിനൊരു വരയാണ്, ആൻഡിനൊരു ആംബർസൺ സിമ്പിളൊക്കെ ഉണ്ട്. ഇനി അടുത്ത നമുക്ക് ഒരു SOP ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചില്ലേ, ഓർമ്മയുണ്ടോ? ഇവർ എന്തോ ഒരു ഇക്വേഷൻ തന്നേക്കുക, എന്തോ ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നേക്കുക. ആ ക്വസ്റ്റ്യനിൽ ഇവരെന്തോ കുറേ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. ആ കണ്ടീഷൻ അനുസരിച്ച് 0, 0, 0 വരുമ്പോൾ ഔട്ട്പുട്ട് 1 ആകുന്നുണ്ട്, 0, 1, 0 ഔട്ട്പുട്ട് 1 ആകുന്നുണ്ട്, 1, 1, 0 ഔട്ട്പുട്ട് 1 ആകുന്നുണ്ട്. വേറെ ഒരു കണ്ടീഷൻസിൽ ഔട്ട്പുട്ട് 1 ആകുന്നില്ല. അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോഡ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 1 ആകുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കും. ഈ 1 ആകുന്നത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് SOP ആണെങ്കിൽ മിൻ ടേംസ് എടുത്ത് ഇങ്ങനെ എഴുതാമല്ലോ. ഈ മിൻ ടേമിനെ തന്നെ നമുക്ക് വെരിലോഗിൽ ഇക്വേഷനായിട്ട് എഴുതാം. 2-3 മെത്തേഡുണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഈ കാണിച്ചേക്കുന്നത്. എന്തുവായിരുന്നു മിൻ ടേംസ്? A bar, B bar, C ബാറും, A bar, B, C ബാറും, A, B, C ബാറും. അതാണ് ഈ 1 ആകുന്ന ഈ 3 കേസ്. അത് അപ്പോൾ അത് ഞാനിവിടെ ഇക്വേഷനിൽ എങ്ങനെ എഴുതുന്നത്? A bar, B bar, C ബാർ എങ്ങനെ എഴുതുന്നത്? ബാറെന്ന് വെച്ചാൽ 0 അല്ലേ. അപ്പം A 0 ആണോ? 0 എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? 1 ബിറ്റ് 0 ആണോ? ബിയും 0 ആണോ? സിയും 0 ആണോ? അതിൻ്റെ ഇടയ്ക്കെല്ലാം ഡോട്ട് ഉള്ളത് കൊണ്ടാണ് ആംപ്രസൻറ്റ് കൊടുത്തേക്കുന്നത്. ആണെങ്കിലെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ സിമ്പിൾ ഇട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 അല്ലേ ആയിരിക്കേണ്ട, SOP അല്ലേ. ഇനി അടുത്ത കണ്ടീഷൻ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. A 0 ആണോ? B 1 ആണോ? C 0 ആണോ? ആണെങ്കിൽ ഔട്ട്പുട്ട് 1. പിന്നെ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഏതായിരുന്നു? A, B, C ബാർ ആയിരുന്നു. 3 എണ്ണം ഇല്ലായിരുന്നോ ഔട്ട്പുട്ട് 1? അപ്പോൾ 3ൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക നമ്മളിവിടെ. മൂന്നാമത്തെ കണ്ടീഷൻ എന്തോ? A, B, C ബാറാണ്. അപ്പോൾ A 1 ആണോ? B 1 ആണോ? C 0 ആണോ? ആണെങ്കിൽ ഔട്ട്പുട്ട് 1. അല്ലാത്ത കേസിലെല്ലാം ഔട്ട്പുട്ട് 0. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെരിലോഗിൻ്റെ കോഡ് എഴുതാൻ പറ്റും. വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. ഈ ഫുൾ ട്രൂത്ത് ടേബിളിനെ നിങ്ങൾ K-മാപ്പ് വെച്ചിട്ട് വരയ്ക്കണം. K-മാപ്പ് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചുരുക്കി ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ. ഈ ഇക്വേഷൻ നമുക്ക് ഒറ്റയടിക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ നെഗേഷൻ വെച്ചിട്ട് നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമ്മൾ ട്രൂത്ത് ടേബിൾ K-മാപ്പ് വരച്ചപ്പം കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ A, C ബാർ, അതായത് നെഗേഷൻ ഓഫ് A ആൻഡ് നെഗേഷൻ ഓഫ് C ഇതിൻ്റെ ഓറാണേ. ഓർ B ആൻഡ് നെഗേഷൻ ഓഫ് C ഈ കണ്ടീഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തോ ആയിരിക്കണം? F1 ആയിരിക്കണം. അല്ലാത്ത കേസിലെല്ലാം 0. ഇങ്ങനെ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. ഇതൊന്നും ഇല്ലാതെ ഇതിനൊക്കെ കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലാതെ ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാം. അതാണ് ഈ എഴുതിയേക്കുന്നത്. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോന്നിനെ ആദ്യത്തെ A bar, B bar, C ബാർ അല്ലായിരുന്നോ? രണ്ടാമത്തെ A bar, B, C ബാർ അല്ലായിരുന്നോ? മൂന്നാമത്തെ എവിടെ 1 വരുന്നത്? A, B, C ബാർ അല്ലായിരുന്നോ? ഈ 3നെയും ഇങ്ങനെ ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ല, ആൻഡ് ഓപ്പറേഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ആൻഡ് മതി. അതായത് A bar, B bar, C ബാർ. അതിന് നമ്മൾ കൊടുത്ത പേരാണ് AN, BN, CN. അങ്ങനെ വെരിലോഗിലില്ല നമ്മൾ കൊടുത്ത പേര്. ഇവിടെ AN, B, CN. ഇവിടെ A, B, CN. അപ്പോൾ നമ്മൾ CN ഒക്കെ മുന്നേ ഡിഫൈൻ ചെയ്യണ്ടേ? അതിനുവേണ്ടി നമ്മൾ മുമ്പേ CN ഡിഫൈൻ ചെയ്ത് നമ്മൾ ഇൻപുട്ടെല്ലാം ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ച്. അങ്ങനെയെങ്കിൽ AN എന്ന് വെച്ചാൽ നെഗേഷൻ കണ്ടുപിടിച്ച് വെക്കേണ്ട അതിൻ്റെ അകത്തോട്ട്. അപ്പം നെഗേഷൻ ഓപ്പറേഷൻ ഇങ്ങനല്ലേ, ഇതിൻ്റെ അകത്തോട്ട് നെഗേഷൻ, ഇതിൻ്റെ B, Cയുടെ നെഗേഷൻ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അതിന് ഇവിടെ എടുത്ത് നമ്മൾ ഈ ഓരോ മിൻ ടേമും കണ്ടു. ഈ മിൻ ടേമിനെ എല്ലാം കൂടെ ഓർ ചെയ്യണ്ടേ? നമ്മുടെ SOP കിട്ടുക ആ ഓർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷൻ ഓപ്പറേറ്റർ അല്ല യൂസ് ചെയ്തേക്കുന്നത്, സാധാ ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം.